കരപ്പുറത്തിൻ്റെ മണ്ണിലും കേരളത്തിലും കേൾവി കേട്ട ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് ആര്യക്കര ഭഗവതി ക്ഷേത്രം എന്നുള്ളത്. ആര്യക്കര ശ്രീ ഭഗവതി ഈ നാടുമായി ജനതയുമായി അത്രമേൽ ആത്മബന്ധമുള്ള ഒരു ദേവീക്ഷേത്രമാണ്, ദേവീ ചൈതന്യമാണ്. ആര്യക്കര അമ്മയ്ക്ക് ഉത്സവത്തിൻ്റെ കാലയളവിൽ ഒരു പുത്തൻ നിവേദ്യവുമായിട്ടാണ് ആര്യക്കരക്കാരായ മുഹമ്മക്കാരായ ഒരു സംഘം ആളുകൾ നിൽക്കുന്നത്. അമ്മയ്ക്കൊരു ഗാനാഞ്ജലി എന്ന പേരിൽ അവർ അണിയിച്ചൊരുക്കിയിരിക്കുന്ന സംഗീത ആൽബം അത്രമേൽ മനോഹരമാണ്, അത്രമേൽ ഹൃദ്യമാണ്. എല്ലാ അർത്ഥത്തിലും ഒരു നാടിന് ചേരുന്ന തരത്തിൽ, ഈ നാടിൻ്റെ കലാ സാംസ്കാരിക പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ അതിമനോഹരമായ ദൃശ്യഭംഗിയോടെ അവർ ഈ ഒരു ആൽബം തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. ആര്യക്കര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് തന്നെ ഈ ആൽബം പുറത്തിറക്കാൻ കഴിയുന്നു എന്നുള്ളതും പ്രത്യേകതയുള്ള കാര്യമാണ്. നാട്ടുകാരൻ തന്നെയായ ശ്രീ TC സൈജുവാണ് ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. അർത്ഥസമ്പുഷ്ടമായ വരികളിലൂടെ ആര്യക്കര അമ്മയെ പ്രകീർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരാളും അത് കേട്ടിരിക്കും, ഏതൊരാളും കണ്ടിരിക്കും. അത്രമേൽ മനോഹരമായ പദഘടനയോടെയാണ് സൈജു എന്ന ഈ ചെറുപ്പക്കാരൻ ഈ വരികളെല്ലാം കോർത്തിണക്കി ആര്യക്കര അമ്മയ്ക്കൊരു സ്തുതിഗീതം സമർപ്പിച്ചിരിക്കുന്നത്. മനോഹരമായി എഴുതിയിരിക്കുന്ന ഈ വരികൾക്ക് അതിമനോഹരമായ ഒരു ആലാപനത്തിന് ഉപകരിക്കുന്ന തരത്തിലുള്ള സംഗീതം നൽകിയിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ സജി സ്വരരാജാണ്. സജി സ്വരരാജിൻ്റെ ഈണം ഈ വരികളെ ഏറ്റവും മനോഹരമാക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനേക്കാൾ ശബ്ദ സൗകുമാര്യത്തോടുകൂടി ആലപിച്ചിരിക്കുന്നത് ശ്രീ KR അജിത്താണ്. എങ്ങനെയാണ് ഇനി അതിനെയെല്ലാം വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ശ്രീ KR അജിത്തിൻ്റെ സ്വരമാധുരിയിൽ ആര്യക്കര അമ്മയെ സ്തുതിച്ചുകൊണ്ടുള്ള ഈ ഗാനാഞ്ജലി, അക്ഷരാർത്ഥത്തിൽ ആര്യക്കര അമ്മയ്ക്കൊരു ഗാനാഞ്ജലി എന്ന പേരിലുള്ള ഈ നിവേദ്യം അല്ലെങ്കിൽ ഈ അർച്ചന ഈ നാടിൻ്റെ ജനത ഏറ്റുവാങ്ങുക തന്നെ ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരുപാട് പേരുടെ അത്യധ്വാനമാണ് ഈ മനോഹരമായ ആൽബത്തെ ഇത്രമേൽ ഹൃദ്യമാക്കിയിരിക്കുന്നത്, ഇത്രമേൽ ഇഷ്ടപ്പെടുന്നത് ആക്കി തീർത്തിരിക്കുന്നത്. ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഏവർക്കും സുപരിചിതനായ ശ്രീ രാജ് ബാബുവാണ്. മുഖ്യമായ ഒരു കഥാപാത്രം എന്ന പോലെ അഭിനയിച്ച് ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ആര്യക്കരക്കാരൻ തന്നെയായ ശ്രീ പ്രഹ്ലാദനാണ്. ക്യാമറ നമുക്ക് വീണ്ടും വിശേഷണങ്ങളോടുകൂടി തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നത് ഞാൻ പ്രത്യേകം പറയട്ടെ. ക്യാമറ ഇതിനു വേണ്ടി എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്, അതിൽ ക്യാമറയുടെ പിന്നിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് പ്രശസ്തനായ ക്യാമറാമാൻ അഖിൽ രാജാണ്. അഖിൽ രാജിൻ്റെ ക്യാമറ, ശ്രീ KR അജിത്തിൻ്റെ ആലാപനം, ശ്രീ സജി സ്വരരാജിൻ്റെ സംഗീതം, ശ്രീ TC ബൈജുവിൻ്റെ രചന, ശ്രീ രാജ് ബാബുവിൻ്റെ സംവിധാനം, ശ്രീ പ്രഹ്ലാദിൻ്റെ അഭിനയം. ഇനിയും ഒരുപാട് പേരുടെ പേരുകൾ ഇതോടൊപ്പം ചേർത്ത് പറയാനുണ്ട്. അവരെ ആരെയും വിസ്മരിക്കല്ല. എല്ലാവരും കൂടി ചേർന്ന് ആര്യക്കര അമ്മയ്ക്ക് ഇത്തരത്തിൽ മനോഹരമായ ഹൃദയസ്പൃക്കായ ഒരു ഗാനത്തെ സമർപ്പിച്ചിരിക്കുന്നു. അമ്മയ്ക്കൊരു ഗാനാഞ്ജലിക്ക് എല്ലാവിധമായ വിജയങ്ങളും ഞാനും ആശംസിക്കുന്നു.